ചേട്ടാ ഇതെന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? ഇത് ജാതിക്ക ഉണങ്ങുന്ന ഡ്രയറാണ് ഡെൽമാർക്ക് കമ്പനിയുടെ. ചേട്ടാ ഇതിനകത്ത് ജാതി മാത്രമേ നമ്മൾ ഉണക്കാറുള്ളൂ? ഇതിന്റെ അകത്ത് ജാതിക്ക അല്ല, റംബുട്ടാൻ ഉണങ്ങാം, കൊക്കോയ ഉണങ്ങാം, തേങ്ങായ ഉണങ്ങാം. ആഹാ, അതുള്ള ചേട്ടാ. ചേട്ടൻ ആദ്യമായിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്? ഞാനിത് ആദ്യമായിട്ടല്ല, ഡ്രയർ ഇത് രണ്ടാമത്തെ ഡ്രയറാണ്. ആദ്യത്തെ ഡ്രയർ വേറെ ഒരു കമ്പനിയുടെ ആയിരുന്നു. അതെന്താ ചേട്ടാ മാറ്റാൻ കാര്യം എന്താ? ആ കമ്പനി കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചേട്ടാ പോരായ്മകൾ? അത് ആദ്യത്തെ ഒരു 3 തട്ട് വരെ അതിന് ചൂട് നിൽക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വെക്കണം. അപ്പൊ അങ്ങനെയുള്ള പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഡെൽമാർക്ക് കമ്പനിയെ കുറിച്ച് അറിഞ്ഞതും ഈ ഡെൽമാർക്ക് കമ്പനിയുടെ ഡ്രയർ എടുത്തു. ചേട്ടാ ഇത് നമുക്ക് കറണ്ട് ഒരുപാട് ചെലവാകും? കറണ്ട് അധികം ചെലവാകുന്നില്ല, കുറച്ച് ചെലവാകുള്ളൂ. ഓക്കെ ചേട്ടാ. അപ്പൊ ഈ ഡെൽമാർക്കിന്റെ കമ്പനി എങ്ങനെയാണ് ചേട്ടാ അറിഞ്ഞത്? എന്റെ ഒരു സുഹൃത്ത് ഡെൽമാർക്കിന്റെ ഈ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ഇത് കണ്ട് ഇത് എടുത്തതാണ്. ചേട്ടാ ഇതിന്റെ മെക്കാനിസം ഒന്ന് പറയാൻ വേണ്ട. ഇത് ജാതിപത്രി ആണെങ്കിൽ ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് പത്രി ഉണങ്ങി കിട്ടും. കായാണെങ്കിൽ ഏകദേശം ഒരു 20 മണിക്കൂർ. ചേട്ടാ താഴോട്ടൊക്കെ ഇത് വെച്ചേക്കുന്നുണ്ട് ചേട്ടാ. ഇത് ജാതിക്കായാണ്, ഇത് ജാതിപത്രിയാണ്. ജാതിപത്രിയാണ് അല്ലേ ചേട്ടാ? ഇത് രണ്ടും ഒന്ന് വ്യക്തമാക്കാമോ? ജാതിക്കായും ജാതിപത്രിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാൻ വേണ്ട. ജാതിപത്രിക്ക് കട്ടി കുറവായിട്ട് നല്ല ഇതായിട്ട് സ്റ്റിഫായിട്ടിരിക്കും. കായ്ക്ക് പെട്ടെന്ന് ചൂട് കൂടാതെ 20 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കാ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ ഇതിന് മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ്. ജാതിപത്രിക്കും കായ്ക്ക് നല്ല വിലയാണ്. പത്രിക്ക് ഏകദേശം ഒരു 2500 രൂപ വിലയുണ്ട്. കായ്ക്ക് തൊണ്ടോടുകൂടി ഏകദേശം ഒരു 350 രൂപ നിലവിൽ ഇപ്പോൾ വിലയുണ്ടല്ലേ? ചേട്ടൻ എവിടെ ഇത് കൊടുക്കുന്നേ? ഇത് ഞാൻ കച്ചവടക്കാർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ ചേട്ടാ. ഒരുപാട് നാളുകളായിട്ട് ഇതിന്റെ കൃഷി ചെയ്യുന്നുണ്ടോ? വർഷങ്ങളായിട്ട് ജാതി കൃഷി ഉള്ളതല്ലേ? അപ്പൊ ചേട്ടൻ ഇത് ബെനിഫിറ്റ് ആയിട്ട് തന്നെ? ഇത് ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് മിഷനും കൂടെ കിട്ടിയപ്പോ ചേച്ചി നമ്മുടെ പണിഭാരം കുറഞ്ഞു. ഇത് ഉണക്കാനൊക്കെ ചേട്ടൻ തന്നെയാണോ അതോ? ഞാൻ തന്നെയാണ് എല്ലാ പരിപാടിയും, ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്ന എല്ലാ പരിപാടിയും ഞാൻ തന്നെയാണ് സ്വന്തമായിട്ടല്ലേ? അപ്പൊ ചേട്ടൻ ഇത് ബെനിഫിറ്റ് ആയിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്ന്? ഇതിന്റെ കാരണം ഇത് ജാതിപത്രി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കണ്ട. ഇത്ര മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് സാധനം ഡിസ്പോസ് ചെയ്താൽ മതി. വേറെ ഒരു ഒന്നുമില്ല. വേറെ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരും. ചേട്ടാ ഈ മെഷീന് മെയിൻ്റെനൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ? മെയിൻ്റെനൻസ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. കമ്പനി എന്താണ് പറയുന്നത്? കമ്പനിക്കാരെല്ലാം വന്ന് ശരിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. നിലവിൽ ഇതുവരെ 2 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു. ഒരു കംപ്ലൈന്റ് ഇല്ല. 2 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ കറണ്ടും പറയത്തക്ക കറണ്ട് ഇതിനകത്ത് കൂടുതലില്ല. അപ്പൊ ചേട്ടൻ ഇത് ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്? എനിക്ക് 100% ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ ചേട്ടാ, താങ്ക്സ് ചേട്ടാ. ഓക്കെ.